ഒരു ഗുഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ജീവിക്കുന്ന ചില മീനുകൾക്ക് കണ്ണുകളില്ല. അവർ അന്ധരായി ജനിച്ചതുകൊണ്ടല്ല, തലമുറകളായി ഒരിക്കലും സൂര്യപ്രകാശം കാണാത്തതുകൊണ്ടാണ്. ഭൂമി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും വിസ്മയകരമായ കഥകളിലൊന്നാണത്. ആ കഥ ഒളിഞ്ഞിരിക്കുന്നത് ഒമാനിലെ അൽ ഹൂത്ത ഗുഹയിലാണ്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ, അതായത് 2 മണിക്കൂറോളം യാത്ര ചെയ്താൽ ജബൽ ഷംസ് മലനിരകളുടെ അടിവാരത്ത് ഈ അത്ഭുത ലോകത്തിന്റെ കവാടത്തിലെത്താം. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ മല, പാറകൾ, ചൂടുള്ള കാറ്റ്, അതിലപ്പുറം ഒന്നും കാണില്ല. പക്ഷേ ആ മലയുടെ ഉള്ളിലേക്ക് കടക്കുന്ന നിമിഷം സമയം പതുക്കെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. കാരണം അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഗുഹ മാത്രമല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ജീവനുള്ള ചരിത്രമാണ്. അൽ ഹൂത്ത കേവ്. ഏകദേശം 5 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കുന്നത് അതിലെ ഏകദേശം 500 മീറ്റർ ഭാഗത്തേക്കാണ്. ബാക്കി ഭാഗങ്ങൾ ഇന്നും അതിന്റെ സ്വാഭാവിക രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ പുറത്തെ ലോകത്തിന്റെ ശബ്ദങ്ങൾ അകന്നു പോകും. പകരം കേൾക്കുന്നത് മേൽക്കൂരയിൽ നിന്ന് പാറകളിലേക്ക് തുള്ളിത്തുള്ളിയായി പതിക്കുന്ന വെള്ളത്തിന്റെ നേർത്ത സംഗീതം. ആ തുള്ളികൾ ഒരു ദിവസമോ ഒരു വർഷമോ കൊണ്ടല്ല ആ ശിലാരൂപങ്ങളെ തീർത്തത്. ഓരോ തുള്ളിയും ആയിരക്കണക്കിന് വർഷങ്ങളായി പാറകളിൽ സ്വന്തം ഒപ്പ് പതിപ്പിച്ചു ിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന ഓരോ ശിലാതൂണും, ഓരോ വളവും, ഓരോ പാറയും കാലത്തിന്റെ ശില്പമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗുഹയുടെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ശാന്തമായ ഭൂഗർഭ തടാകം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അവിടെയാണ് ഈ ഗുഹയെ ലോകപ്രശസ്തമാക്കിയ അത്ഭുത ജീവികൾ ജീവിക്കുന്നത്. കണ്ണില്ലാത്ത ഗുഹാമീനുകൾ. ജന്മന അന്ധരായതുകൊണ്ടല്ല, തലമുറകളായി ഒരിക്കലും സൂര്യപ്രകാശം കാണാത്ത പൂർണ്ണ ഇരുട്ടിൽ ജീവിച്ചതിനാലാണ് അവയുടെ കാഴ്ചശേഷി പരിണാമത്തിന്റെ ഭാഗമായി നഷ്ടമായത്. ഇന്ന് അവ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് കണ്ണുകൾ കൊണ്ടല്ല, വെള്ളത്തിലെ ചെറിയ ചലനങ്ങളും ശരീരത്തിലെ അതിസൂക്ഷ്മ സംവേദനങ്ങളും ഉപയോഗിച്ചാണ്. ഇതൊരു കഥയല്ല, ജീവൻ പരിസ്ഥിതിയുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ്. ഗുഹയ്ക്കുള്ളിൽ വർഷം മുഴുവൻ ഏകദേശം 20 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. പുറത്ത് കനത്ത ചൂടാണെങ്കിലും അകത്ത് കാൽവെക്കുന്ന നിമിഷം തന്നെ മറ്റൊരു കാലാവസ്ഥയിലേക്ക് എത്തിയതുപോലുള്ള അനുഭവമാണ്. സന്ദർശകർക്കായി സുരക്ഷിതമായ നടപ്പാതകളും ഗൈഡഡ് ടൂറും ഒരുക്കിയിട്ടുണ്ട്. ഒരു ടൂർ പൂർത്തിയാക്കാൻ സാധാരണയായി 45 മുതൽ 60 മിനിറ്റ് വരെ സമയമെടുക്കും. എന്നാൽ ആ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാണുന്നത് ഭൂമി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എഴുതിയ ചരിത്രത്തിന്റെ ഏതാനും പേജുകൾ മാത്രമാണ്. അൽ ഹൂത്ത കേവ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഭൂമിയുടെ ഹൃദയത്തിൽ കാലം കൊത്തിവെച്ച ഒരു ജീവിച്ചിരിക്കുന്ന മ്യൂസിയമാണത്. ഒമാനിലേക്കൊരിക്കൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മലകളുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുത ലോകം കാണാതെ മടങ്ങരുത്. കാരണം ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നത് ഓർമ്മകൾ ശേഖരിക്കാനാണ്. പക്ഷേ അൽ ഹൂത്ത കേവ് പോലെയുള്ള ചില ഇടങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും. ഒരിക്കലും സൂര്യപ്രകാശം കാണാത്ത ജീവികൾ, കാലം കൊത്തിവെച്ച ശിലാരൂപങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ നിശബ്ദ ചരിത്രം, ഇതെല്ലാം ഒരുമിച്ച് കാണണമെങ്കിൽ ഒരിക്കൽ അൽ ഹൂത്ത കേവിലേക്ക് തീർച്ചയായും യാത്ര ചെയ്യണം. ലോകം ഇനിയും അറിയാത്ത ഒമാന്റെ അത്ഭുതങ്ങളുമായി അടുത്ത കഥയിൽ വീണ്ടും കാണാം. അതുവരെ യാത്രകൾ തുടരട്ടെ, ഓർമ്മകൾ